നമസ്കാരം. സിംപ്ലിഫൈവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ റിയൽ ലൈഫിലും കോർപ്പറേറ്റ് വേൾഡിലും നമ്മൾ ഫേസ് ചെയ്യുന്ന പല സിറ്റുവേഷൻസും എന്താണെന്നുള്ളൊരു അവെയർനെസ് ക്രിയേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ആ സിറ്റുവേഷൻസിനെ ഒരു 5 സ്റ്റെപ്സിൽ സിമ്പിളായിട്ട് എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് പറഞ്ഞു പോകുന്ന പ്രോഗ്രാമാണ് സിംപ്ലിഫൈ. ഗ്രോത്ത് മൈൻഡ് സെറ്റ് അത് ആഗ്രഹിക്കാത്തതായിട്ട് ആരുമില്ല അല്ലേ? എന്നാൽ നമുക്ക് എപ്പോഴും ആ ഒരു മൈൻഡ് സെറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? നമ്മളിപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ അതൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ആവട്ടെ, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു പ്ലേസിലായിക്കോട്ടെ, കരിയർ ഗ്രോത്ത് ആയിക്കോട്ടെ, ഫൈനാൻഷ്യൽ ഗ്രോത്ത് ആയിക്കോട്ടെ, എന്ത് തന്നെയായാലും നമുക്ക് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് ലെവലിലോട്ട് വളരാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് നിർബന്ധമായും നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ളതാണ്. അതിന് വേണമെന്നുള്ള സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് ഗ്രോത്ത് മൈൻഡ് സെറ്റിനെ അപ്പാടെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. അത് നമുക്ക് വേണ്ട. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡും നെഗറ്റീവ് സെൽഫ് ടോക്കും അഫർമേഷൻസും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുടെ ലൈഫിൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് 7 അയലത്ത് വരില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേണ്ടാന്ന് വെക്കേണ്ട ആദ്യത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് സെൽഫ് കിറ്റ് പറയുന്ന നെഗറ്റീവ് ടോക്കാണ്. എന്താണ് ഈ നെഗറ്റീവ് ടോക്ക്? അല്ലെങ്കിൽ ഈ നെഗറ്റീവ് ടോക്ക് എങ്ങനെയാണ് നമ്മൾ പോസിറ്റീവ് ആക്കി മാറ്റുക? നമ്മൾ പല കാര്യങ്ങളും ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ, ഒരു ചേഞ്ച് കൊണ്ടുവരണമെന്ന് വിചാരിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നൊരു ഫിയറാണ്. അയ്യോ, എന്നെ കൊണ്ടത് സാധിക്കില്ല, എന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ ഞാനിത് ചെയ്താൽ ശരിയാവുമോ എന്നൊക്കെ ഉള്ളതാണ്. ആ ഒരു സെൽഫ് ഡൗട്ട് അല്ലെങ്കിൽ ഫിയറിനെയാണ് നമ്മളിവിടെ നെഗറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ മാറ്റിയിട്ട് പകരം ഒന്ന് ചിന്തിച്ച് നോക്കിയേ, എനിക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റും? എനിക്ക് എന്തുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല? എനിക്ക് എന്തുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ആലോചിക്കുമ്പോൾ നമ്മളുടെ ഓട്ടോമാറ്റിക്കലി അടുത്ത തോട്ട് വരുന്നത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്, അപ്പോൾ അത് മാറ്റിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുകയാണ് ഇത് എനിക്ക് എങ്ങനെ ചെയ്യാം എന്ന് ആലോചിക്കുമ്പം ആ നെഗറ്റീവ് തോട്ട് പോസിറ്റീവ് തോട്ടിലേക്ക് പോവാണ്. സോ ഇതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ്. എല്ലാ ആൾക്കാരും ഒരു പോസിറ്റീവ് സെൽഫ് ടോക്കിലോട്ട് വന്നുകൊണ്ടേ കാര്യങ്ങളൊന്നും നടക്കുമെന്ന് വിചാരിക്കരുത്. അത് കുറച്ച് അത്യാഗ്രഹമാണ്. അപ്പോൾ ആദ്യം നമ്മൾ പല പ്രാവശ്യവും പല കാര്യങ്ങളും ട്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ നടന്നില്ല എന്ന് വരും. അപ്പോൾ തന്നെ ഞാനിതിൽ ശ്രമിച്ചു പക്ഷെ നടന്നില്ല, അതുകൊണ്ട് ഇനി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ ഉടനെ നെഗറ്റീവിലേക്ക് വരരുത്. പകരം നമ്മുടെ ഒരു നല്ലൊരു ഫ്രണ്ട് വന്ന് നമ്മുടെ അടുത്ത് വന്ന് പറയണം, ഞാനൊരു കാര്യം ശ്രമിച്ചു പക്ഷെ നടക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പറയും, എനിക്ക് ഇനി നിന്നെ കൊണ്ട് ഒരിക്കലും നടക്കില്ല, ഞാൻ ചെയ്യരുത്. അങ്ങനെയല്ല നമ്മൾ പറയുക. പകരം നമ്മൾ പറയും, കുഴപ്പമില്ലടാ, ഇനി ട്രൈ, നിനക്കത് പറ്റും എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ നമ്മളോടും എമ്പതറ്റിക് ആയിരിക്കണം. നമ്മളെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് വിചാരിക്കണം. നമ്മുടെ ഏറ്റവും നല്ല ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഒരു കാര്യം ഒരു ട്രയൽ നടന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് ഉടനെ അത് കേട്ടിട്ട് നിരുത്സാഹപ്പെടുകയല്ല വേണ്ടത്. ബട്ട് കണ്ടിന്യൂ, കീപ് ട്രൈയിങ്. നമ്മൾ ചിലപ്പോൾ ഇത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ സ്റ്റക്കാവാം. അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന ഫെയിലിയർ ആയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു പുതിയൊരു ജോലിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാണ്. എൻ്റെ റെസ്യൂം റീവർക്ക് ചെയ്യാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അത് ഞാൻ വിചാരിക്കുന്ന രീതിയിൽ പറ്റുന്നില്ല. അപ്പോൾ എന്ത് പറ്റും? നമ്മൾ അവിടെ ആ ഒരു പോയിന്റിൽ ഇറ്റ് ഈസ് ആക്ച്വലി ഗെറ്റിംഗ് സ്റ്റക്ക്. നമ്മളവിടെ കുടുങ്ങി പോവാണ് അല്ലേ? പക്ഷെ നമ്മളതെങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത്? അയ്യോ, എന്നെ കൊണ്ട് പറ്റിയില്ല, ഇത് ഫെയിലിയറാണ്, അതുകൊണ്ട് തന്നെ എനിക്കത് പറ്റൂല എന്നാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ തോട്ട് പ്രോസസ്സിലുള്ള ഫെയിലിയർ എന്നൊരു വാക്ക് റിയാലിറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പകരം നമ്മൾ സ്റ്റക്കാണ്. ആ പോയിന്റിൽ നമ്മൾ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ആ പോയിന്റ് നമ്മൾ കടന്നു കഴിഞ്ഞാൽ എന്താണ് വരിക? സക്സസ് ആണ്. സോ ഫീലിംഗ് സ്റ്റക്ക് ഇസ് നോർമൽ. അതെല്ലാവരും എല്ലാ സിറ്റുവേഷനിലും എല്ലാ കാര്യത്തിലും നമുക്ക് വരുന്നൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ അത് കടന്ന് മുന്നോട്ടേക്ക് പോകണം. അപ്പോൾ ഫെയിലിയർ ആണെന്ന് വിചാരിക്കുന്നതിനെക്കാട്ടും തൽക്കാലം കുടുങ്ങിപ്പോയിരിക്കണം. നമ്മൾ അങ്ങനെയല്ലേ, ഒരു യാത്ര പോകുമ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു പോകുന്ന വഴിക്ക് നമുക്ക് വഴി തെറ്റി പോവുകയാണ്, അല്ലെങ്കിൽ വഴി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അയ്യോ എനിക്ക് വഴി പോകാൻ പറ്റുന്നില്ല, ഞാൻ തിരിച്ച് വീട്ടിൽ പോകാം എന്ന് പറയല്ലോ ചെയ്യുന്നത്. നമ്മളത് ചെയ്യും, ആരോടെങ്കിലും ചോദിക്കും, എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് എടുത്ത് ആ വഴി കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ഗൂഗിൾ ലൊക്കേഷനിലും എന്നിട്ട് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള എല്ലാ ആൾക്കാരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന അവരുടെ കഴിവിന് മാക്സിമം സ്ട്രെച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവരുടെ കപ്പാസിറ്റി അവരെങ്ങനെ കൂട്ടുക? ഈ 1 മണിക്കൂർ എന്നുള്ള 1 മണിക്കൂർ 20 മിനിറ്റോ 1.5 മണിക്കൂറോ ആക്കും. അങ്ങനെ നമ്മൾ സ്ട്രെച്ച് ചെയ്താണ് നമ്മൾ സക്സസ്സിലോട്ട് പോകുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ എല്ലാ കപ്പാസിറ്റിയും. അതൊരു കോർപ്പറേറ്റ് കപ്പാസിറ്റി ആയിക്കോട്ടെ, നമ്മുടെ വർക്ക് കൾച്ചർ ആയിക്കോട്ടെ, നമ്മുടെ പേഴ്സണൽ ലൈഫ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയാലും നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നത് വളരെ നല്ലതാണ്. സ്ട്രെച്ച് ചെയ്യണം.
പക്ഷേ ഒരിക്കലും സ്ട്രെച്ച് ചെയ്ത് നമ്മളുടെ കപ്പാസിറ്റിയെക്കാട്ടിലും ഭയങ്കരമായിട്ട് സ്ട്രെച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മൾ പൊട്ടിപ്പോവും അല്ലേ? ഒരു ദിവസം തന്നെ നമ്മൾ മാരത്തോൺ ഓടണമെന്ന് പറഞ്ഞാൽ നമ്മളൊരു 10 കിലോമീറ്റർ ഓടാൻ ശ്രമിച്ചാൽ കുഴഞ്ഞു വീണു. അപ്പോൾ അതുകൊണ്ടല്ല നമ്മൾ ചെയ്യേണ്ടത്, നമ്മളുടെ പ്രോഗ്രസ് എപ്പോഴും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാത്രമാണ് വേണ്ടത് എന്ന് തിരിച്ചറിയുകയും ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാത്രം നമ്മൾ തന്നെ സ്ട്രെച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത്, പൊട്ടിച്ച് കളയാൻ പാടില്ല. ഈ കഴിഞ്ഞ 4 സ്റ്റെപ്സും നമ്മൾ പറയുമ്പോൾ അതെല്ലാം നമ്മൾ ഇൻറ്റേർണലി കൊണ്ടുവരേണ്ട ചേഞ്ചസ് ആണ്. എന്നാൽ ഈ ഇൻറ്റേർണലി നമ്മൾ എത്ര ചേഞ്ച് കൊണ്ടുവന്നാലും നമ്മളുടെ ഗ്രോത്ത് മൈൻഡ് സെറ്റിനെ വല്ലാണ്ട് തകർക്കുന്ന ഒരു എക്സ്റ്റേണൽ ഫാക്ടർ ഉണ്ട്. അതെന്താണെന്ന് അറിയാമോ? അതാണ് നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ റിയാക്ഷൻ. നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുകയും അതൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് അവർ സെലിബ്രേറ്റ് ചെയ്യുന്ന ആണെങ്കിൽ അവർ നമ്മുടെ സർക്കിളാണ്. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമുക്ക് ലൈഫിൽ വേണ്ടത്. എന്നാൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെ നമ്മളെ ഒരു ദിവസത്തിൽ 10 പ്രാവശ്യം പറയണം, നിന്നെ കൊണ്ടത് പറ്റില്ല, നീ അത് ട്രൈ ചെയ്യണം, വെറുതെ നിനക്ക് വേറെ പണിയില്ല, നീ എന്തിനാ ഇങ്ങനെ സ്ട്രെസ് എടുക്കുന്നത്, നീ എന്തിനാ ഇങ്ങനെ എപ്പോഴും സെൽഫ് ഗ്രോത്തിനെ പറ്റി സംസാരിക്കുന്നത് എന്നൊക്കെ പറയുകയാണെങ്കിൽ റിമെമ്പർ ടു ചേഞ്ച് ദ സർക്കിൾ. നമ്മളുടെ ചുറ്റിനുമുള്ള ആൾക്കാരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ മോൾഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരുടെ കൂടെ ഹാങ് ഔട്ട് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ ലൈഫിലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. നിങ്ങൾക്കൊപ്പം സിന്ധു നന്ദകുമാർ, കോർപ്പറേറ്റ് സൈക്കോളജിസ്റ്റ് അറ്റ് ആത്മസൂത്ര മൈൻഡ് കെയർ. താങ്ക് യു.